സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ആരംഭം മുതൽ വരുന്ന ഈശോയുടെ തിരുഹൃദയ തിരുനാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഹൃദയവാരത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുകയാണ്. ഈശോയുടെ ദിവ്യകാരുണ്യവും ഈശോയുടെ തിരുഹൃദയ ചിന്തകളും നിറഞ്ഞു നിൽക്കുന്ന ഈ വാരം നൽകുന്ന ഒരു ഹൃദയ അനുഭവമുണ്ട്. പരിശുദ്ധ ദിവ്യകാരുണ്യവുമായി ദിവ്യകാരുണ്യത്തിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും വലിയ നന്മയുള്ള ഒരു ആദ്യ വെള്ളിയാഴ്ച ദിനം രോഗികൾക്ക് ദിവ്യകാരുണ്യം നൽകുവാനായി ഒരു വീട്ടിൽ പോവുകയുണ്ടായി. ആ വീട്ടിലൊരു അമ്മയാണ് ഉള്ളത്. ചെല്ലുമ്പോഴേക്കും ഈ അമ്മ കട്ടിലിരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഉള്ള വയ്യായ്മ എന്ന് പറയുന്നത്, ഈ അമ്മയ്ക്കയുടെ കാലിൽ വലിയ വ്രണങ്ങളുണ്ട്, മുറിവുകളുണ്ട്. ഈ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ചലം, അതിൻ്റെ വേദന, ശാരീരിക അസ്വസ്ഥത, ഇതുമൂലം എഴുന്നേറ്റ് നിൽക്കുവാനോ നടക്കുവാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും സാധിക്കാതെ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന ഒരു രോഗിണിയായിട്ടുള്ള അമ്മ ദിവ്യകാരുണ്യ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈശോയെ നൽകുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും ഈ അമ്മ എഴുന്നേറ്റ് നിൽക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കാലിൽ നല്ല വേദനയുണ്ട്, മുറിവുകളിൽ നിന്ന് നല്ല ശാരീരിക അസ്വസ്ഥത ഈ അമ്മയ്ക്കുണ്ട്. എന്നിരുന്നാലും ഈ അമ്മ എഴുന്നേറ്റ് നിൽക്കാൻ പരിശ്രമിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, അമ്മ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ തിരുഹൃദയനാഥൻ്റെ രൂപം നോക്കി പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിച്ചാൽ മതി. ഈ അമ്മ കേൾക്കാത്ത മട്ടിൽ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. അച്ഛൻ വീണ്ടും പറഞ്ഞു, അമ്മേ ഇരുന്ന് തിരുഹൃദയ രൂപം നോക്കി പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചാൽ മതി. രണ്ടാമതും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ച ഈശോയല്ലേ എൻ്റെ ഒപ്പമുള്ളത്? ആ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും സഹിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? അച്ചോ, എനിക്ക് വേണ്ടി ഇത്രമാത്രം സഹിച്ച ഈശോയല്ലേ എൻ്റെ കൂടെയുള്ളത്, ആ തിരുഹൃദയ രൂപത്തിലുള്ളത്? അപ്പോൾ ആ ഈശോയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും സഹിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം? തൻ്റെ മുറിവുകളിലൂടെ ഈശോ നൽകിയ അനുകമ്പ നൽകുവാൻ പരിശ്രമിക്കുന്ന ഒരമ്മയാണ് അന്നവിടെ കണ്ടത്. പ്രിയമുള്ളവരെ, അച്ഛൻ ആദ്യം ഓർമ്മപ്പെടുത്തിയല്ലോ, ഒരു ഹൃദയ വിചാരവാരത്തിൽ നമ്മളായിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ തിരുഹൃദയ തിരുനാളിലേക്കുള്ള ഒരുക്കമായിട്ട് ഈശോയുടെ തിരുഹൃദയ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് ഈ തിരുഹൃദയ ധ്യാന ചിന്തയുടെ നിമിഷം ഈ ഒരു ധ്യാന വിചിന്തനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവുകളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. മുറിവ്, ഏതൊരു കുഞ്ഞു മുതൽ പ്രായമായിട്ടുള്ള വ്യക്തി വരെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള മുറിവുകൾ അനുഭവിച്ചിരിക്കുന്നവരാണ്. ചെറുപ്പകാലത്ത് വെറുതെ ഓടുമ്പോഴേക്കും വീണ് മുറിവ് പറ്റും. വലുതായി കഴിയുമ്പോഴേക്കും പ്രായമായവർ വരെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള മുറിവുകൾ ഏറ്റിട്ടുള്ളവരുമാണ്. ഈ മുറിവുകൾക്ക് രണ്ട് അനുഭവങ്ങളാണുള്ളത്. ഒന്ന്, മുറിവേറ്റവനോട് മറ്റുള്ളവർക്ക് തോന്നുന്ന അനുകമ്പ, അതായത് others sufferings or our sufferings and wounds evoke compassion in others towards us. രണ്ടാമതായിട്ട്, നമ്മുടെ മുറിവുകൾ മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുവാൻ നമ്മെ സഹായിക്കുന്നു. അതായത് our sufferings, our wounds help us to become compassionate towards others. അപ്പോൾ രണ്ടനുഭവങ്ങൾ എന്തൊക്കെയാണ്? മുറിവുകളുടെ രണ്ടനുഭവങ്ങൾ. ഒന്ന്, എൻ്റെ മുറിവിൽ മറ്റുള്ളവർക്ക് എന്നോട് തോന്നുന്ന അനുകമ്പ. രണ്ട്, എൻ്റെ മുറിവിൽ ആ മുറിവുകളിലൂടെ മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുവാൻ പരിശ്രമിക്കുന്ന ഞാൻ. ഈ രണ്ടനുഭവങ്ങൾ. ഇനി ഈശോയുടെ തിരുമുറിവിലേക്ക് നമുക്കൊന്ന് വരാം. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ രണ്ട് മുറിവിൻ്റെ അനുഭവങ്ങളിൽ ഈശോ രണ്ടാമത്തെ മുറിവിൻ്റെ അനുഭവം തിരഞ്ഞെടുത്തവനാണ്. തൻ്റെ മുറിവിൽ മറ്റുള്ളവർക്ക് തന്നോട് അനുകമ്പ തോന്നണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ മുറിവിലൂടെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുവാൻ പരിശ്രമിച്ചവനാണ് ഈശോ മിശിഹ. സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആരോ പറയുന്നുണ്ട്, ബ്രെഡ് ഇസ് ബ്രോക്കൺ സോ ഇറ്റ് ക്യാൻ ബി ഷെയർഡ്. അപ്പം മുറിക്കപ്പെടുന്നത് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ഈശോയുടെ തിരുഹൃദയത്തെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഈ വാക്കൊന്ന് ചിന്തിച്ചു നോക്കേ. ഹാർട്ട് ഇസ് ബ്രോക്കൺ, ഹാർട്ട് ഇസ് വൂണ്ടഡ്, സോ ദ കമ്പാഷൻ ക്യാൻ ബി ഷെയർഡ്. തിരുഹൃദയം
മുറിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിലെ മുറിവിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതിലൂടെ അനുകമ്പ, കരുണ എല്ലാവർക്കും നൽകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ തിരുമുറിവിനെ ഒന്ന് ധ്യാനിച്ച് ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിലെ മുറിവുകളിൽ, അത് നിൻ്റെ ശരീരത്തിൻ്റെ മുറിവുകൾ മാത്രമല്ല, നിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാത്രമല്ല, സഹനങ്ങൾ മാത്രമല്ല, മാനസികമാകാം, ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളിലുള്ള ഒരു മാനസികമായിട്ടുള്ള മുറിവോ വേദനയോ സഹനമോ ആകാം. അവയിലൊക്കെ മറ്റുള്ളവർക്ക് എന്നോട് അനുകമ്പ, സഹതാപം തോന്നണമെന്നുള്ള ചിന്തയാണോ നിറയുന്നത്? അതോ അവയൊക്കെ വലിയൊരു അനുഭവമാക്കിയെടുത്ത് അതുപോലെ വിഷമിക്കുന്നവർക്ക് നമ്മളിലൂടെ അനുകമ്പ നൽകുവാനാണോ നമ്മൾ പരിശ്രമിക്കുന്നത്? ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവ് നമ്മളോട് പറയുന്നു, നിൻ്റെ മുറിവുകൾ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുവാനുള്ള തിരുമുറിവുകളായിട്ട് രൂപാന്തരപ്പെടണം. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളുടെ മുറിവുകളെയും വേദനകളെയും ഒക്കെ അനുകമ്പയും കരുണയും നൽകുവാനുള്ള വഴിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മളുടെ സഹനങ്ങൾ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത്, നമ്മളുടെ മുറിവുകളൊക്കെ തിരുമുറിവുകളായിട്ട് മാറുന്നത്. ഈശോ തൻ്റെ ജീവിതത്തിലെ മുറിവിൻ്റെ രണ്ടാം അനുഭവം തിരഞ്ഞെടുത്തതാണെന്ന് നമ്മൾ കണ്ടു. അതായത് തൻ്റെ മുറിവ് വഴി മറ്റുള്ളവർക്ക് അനുകമ്പ കൊടുക്കുക എന്നുള്ളത്. ഈശോയുടെ മരണനിമിഷത്തിൽ, അതായത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതെ, മുറിയപ്പെടാൻ പോകുന്ന തിരുഹൃദയത്തിൽ നിന്നും വന്ന ഒരു ക്ഷമയുടെ പ്രാർത്ഥന. ആ മുറിക്കപ്പെട്ട ഹൃദയത്തിന് മുൻപ് അവൻ്റെ ശരീരത്തിൽ ഒരുപാട് പീഡകൾ അവർ നൽകി. 5 തിരുമുറിവുകൾ പ്രത്യേകമായിട്ട് അവന് സമ്മാനിച്ചു. ആ മുറിവുകളിലൊക്കെ ഈശോ പ്രാർത്ഥിക്കുന്നത്, ആ മുറിവിലൂടെ ഇവർക്ക് അനുകമ്പ കൊടുക്കണമേ, കരുണ തോന്നണമേ, അവർക്ക് ക്ഷമ നൽകണമേ എന്നുള്ളതാണ്. അതിനുശേഷം ഈശോ മരിച്ചതിന് ശേഷം ആ തിരുവിലാവിൽ, തിരുഹൃദയത്തിലുള്ള തിരുമുറിവിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. ഇപ്രകാരം പറയുന്നുണ്ട്, പടയാളികളിൽ ഒരുവൻ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നതിനാൽ അവൻ്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടെ നിന്ന് ചോരയും നീരും ഒഴുകി. പ്രിയമുള്ളവരെ, ഈ ചോരയും നീരും എന്ന് പറയുന്നത് മുറിക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്നും ചൊരിയപ്പെട്ട കരുണയുടെ, അനുകമ്പയുടെ അടയാളമാണ്. ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മളുടെ ജീവിതത്തിലെ മുറിവുകളൊക്കെ ഒരുപാട് വെറുപ്പും വിദ്വേഷവും വഴക്കും അതോടൊപ്പം തന്നെ ജീവിതത്തിലൂടെയുള്ള ഒരു നിരാശയുമല്ല നമ്മളിൽ ജനിപ്പിക്കേണ്ടത്. മറിച്ച് നമ്മളുടെ മുറിവുകൾ, നമ്മളുടെ സഹനങ്ങൾ, നമ്മളുടെ വേദനകൾ അതേ കുറേ കൂടി കരുണ നിറയുന്നവരായി, കരുണ നൽകുന്നവരായി, അനുകമ്പയുള്ളവരായി, അനുകമ്പ നൽകുന്നവരായിട്ടും മാറാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനുവേണ്ടി ഈ തിരുഹൃദയ വാരത്തിൽ ഈശോയുടെ തിരുമുറിവിനെ നോക്കി നമുക്കൊന്ന് ധ്യാനിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അവസാനം നിർത്തും മുൻപ് ഒരു കാര്യം കൂടി നമ്മളൊന്ന് തിരിച്ചറിയണം. ഈശോയ്ക്ക് തിരുഹൃദയത്തിലെ തിരുമുറിവ് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ തിരുമുറിവിൽ നിന്ന് കരുണ നൽകണമെന്നുള്ള ഹൃദയ വിചാരം ലഭിച്ചത് എവിടെ നിന്നാണ്? വേറെ എങ്ങുന്നൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്ന്. നമ്മൾ ഈ ആഴ്ച 2 തിരുനാളുകൾ അടുത്തടുത്തായിട്ട് ആഘോഷിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ, അതേ തുടർന്ന് ഞായറാഴ്ച തൊട്ടടുത്ത ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. ഈ ഹൃദയ തിരുനാളുകളൊക്കെ ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൻ്റെ കരുണയുടെ നന്മ അത് വിമല ഹൃദയത്തിൽ നിന്നാണ് ഈശോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, എന്തുകൊണ്ടാണ് വിമല ഹൃദയം എന്ന് അറിയപ്പെടുന്നത്? അതിൻ്റെ 7 വ്യാകുലങ്ങളാണ് അതിനെ വിമല ഹൃദയമാക്കി മാറ്റിയത്. നമ്മൾ ഇപ്രകാരം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ശ്രവിക്കുന്നുണ്ട്. ശിമയോൻ പരിശുദ്ധ അമ്മയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. വാള് കടക്കുന്ന ഹൃദയമൊക്കെ മുറിയപ്പെടുന്ന ഹൃദയമായിട്ട് മാറുന്നുണ്ട്, മുറിവുള്ള ഹൃദയമായിട്ട് മാറുന്നുണ്ട്. ശിമയോൻ പറഞ്ഞ ആ വചനം മുതൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ മറ്റാറ് വ്യാകുലങ്ങൾ കൂടെ, മുറിവുകൾ കൂടെ ഉണ്ടാകുന്നുണ്ട്. ആ മുറിവുകൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ മുറിവാണ് ഇപ്പോൾ പറഞ്ഞത്, ശിമയോൻ്റെയും അന്നയുടെയും പ്രവചനം. 2ാമത്തെ മുറിവായിട്ട് നമ്മൾ കാണുന്നത് ഈജിപ്തിലേക്കുള്ള പലായനം. 3ാമത്തെ മുറിവായിട്ട് നമ്മൾ കാണുന്നത് ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്നത്. 4ാമത്തെ മുറിവ് പരിശുദ്ധ അമ്മയും ഈശോയും ആ ഗാഗുൽത്താ മലയിലേക്കുള്ള യാത്രയിൽ, ആ കുരിശു യാത്രയിൽ കണ്ടുമുട്ടുന്നത്. പിന്നെ 5ാമതായിട്ട് ഈശോയുടെ കുരിശിൻ്റെ താഴെ അമ്മ അവൻ്റെ സഹനം കണ്ടുകൊണ്ട് നിൽക്കുന്നത്.
6ാമത്തെ മുറിവ് ഈശോയുടെ മൃതശരീരം തൻ്റെ മടിയിൽ ഏറ്റുവാങ്ങുന്നത്. ഏറ്റവും അവസാനത്തെ വ്യാകുലം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ മുറിവ്, ഈശോയെ സംസ്കരിക്കുന്ന ഒരമ്മയുടെ മുറിവ്. ജീവിതത്തിൽ ഇങ്ങനെ മുഴുവനും മുറിവുകൾ കിട്ടിയവളാണ് പരിശുദ്ധ അമ്മ. എവിടെ മുറിവ് കിട്ടിയവള്? ഹൃദയത്തിൽ മുറിവ് കിട്ടിയവള്. അത് ശാരീരികമായിട്ട് മാത്രമല്ല, ജീവിത സാഹചര്യങ്ങളിലൂടെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ മുറിവ് കിട്ടിയവളാണ്. എന്തോരം പേരോട് പരിശുദ്ധ അമ്മയ്ക്ക് ദേഷ്യം കാണിക്കാമായിരുന്നു, വെറുപ്പ് കാണിക്കാമായിരുന്നു, പകരം വീട്ടാമായിരുന്നു. പക്ഷേ മുറിഞ്ഞ ഹൃദയത്തിലൂടെ അമ്മ ഓരോ പ്രാവശ്യവും നൽകാൻ ശ്രമിച്ചത് കരുണയാണ്, സ്നേഹമാണ്, ക്ഷമയാണ്, ധൈര്യമാണ്. ആ ഒരു ധൈര്യമാണ് പിന്നീട് പെന്തക്കോസ്താ തിരുനാൾ വരെ എത്തി നിൽക്കുന്നത്. തൻ്റെ പുത്രനെ ഒറ്റിക്കൊടുത്തവരെയൊക്കെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവർക്ക് നൽകുകയാണ്. എങ്ങനെ? മുറിഞ്ഞ ഹൃദയത്തിലൂടെ ഒഴുകിയ കരുണയിലൂടെ. അതുപോലെ നമ്മളുടെ ഹൃദയവും വിമല ഹൃദയമായിട്ട് മാറണം. വിമല ഹൃദയത്തിൽ നിന്നും തിരുമുറിവുള്ള തിരുഹൃദയമായിട്ട് മാറണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കുടുംബങ്ങളിലായിരിക്കുന്നവരാ, സഭയിലായിരിക്കുന്നവരാ. ഒരു കുടുംബത്തിൽ ഒരു വിമല ഹൃദയം മതി തിരുഹൃദയം രൂപപ്പെടുത്തുവാൻ വേണ്ടി. നമ്മളുടെ ജീവിതത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ആ മുറിവുകളിലൂടെ, ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കരുണ നൽകി കടന്നു പോകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥവും ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളുടെയും വിശുദ്ധിയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് കൽക്കത്തയിലെ സ്വന്തം വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളൊന്ന് ഓർക്കുകയാണ്. അമ്മ പറയുന്നു, കീപ് ലുക്കിംഗ് അറ്റ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, വൈ വറി, യു ആർ എസ്. നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കണം. അമ്മ പറയുന്നു, എന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾ അവൻ്റേതാണ്. ആ തിരുമുറിവുകളിലേക്ക് നോക്കി നമുക്ക് ധ്യാനിക്കാം. ആ മുറിവുകളിൽ നിന്നൊഴുകുന്ന കരുണ, അനുകമ്പ നമുക്ക് സ്വീകരിക്കാം. നമ്മളുടെ ജീവിതത്തിലെ മുറിപ്പാടുകളിലൂടെ അസ്വസ്ഥതകൾക്ക് പകരം ആ കരുണയും സ്നേഹവും ഒക്കെ ദൈവിക നന്മകളുമൊക്കെ പകർന്നു നൽകാൻ പരിശ്രമിക്കുന്നവരായി നമുക്ക് മാറാം. ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിൻ്റെ കരുണയും വിശുദ്ധിയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.